നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമല്ല ഷാഫി പറമ്പിലിനെ കൂടി പൂട്ടാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള CPMന്റെ കൃത്യമായ പ്ലാനും പദ്ധതിയുമാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ നാവിലൂടെ ഇന്ന് പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോരുന്നുണ്ടോ എന്ന് ഷാഫി ചോദിക്കുമെന്നുമാണ് സുരേഷ് ബാബു ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. വിവാദമായപ്പോൾ അദ്ദേഹം അത് തിരുത്തി എന്നത് നേരാണ്. എന്നാൽ ഷാഫി പറമ്പിലിനെ വെറുതെ വിടാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന കൃത്യവും വ്യക്തവുമായ സൂചനയാണ് ഇന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി വെളിപ്പെടുത്തിയത്. KK ശൈലജ എന്ന CPMന്റെ സർവോന്നത നേതാവിനെ കേരളത്തിൽ എവിടെ നിർത്തിയാലും ജയിക്കുമെന്ന് CPM വീമ്പിളക്കിയിരുന്ന KK ശൈലജയെ വടകരയിൽ മലർത്തിയടിച്ചതിൻ്റെ പക ഇപ്പോഴും CPMന് വിട്ടുപോയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, സാക്ഷാൽ ഷാഫി പറമ്പിലിനെ വീഴ്ത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടം അതിലേക്കുള്ളൊരു വഴി മാത്രമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ CPM പറയാതെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുലിനെയും ഷാഫിയെയും രണ്ടുപേരെയും രാഷ്ട്രീയമായി കുതിരപ്പൂട്ട് പൂട്ടാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസിലെ പ്രബലരായ ഈ രണ്ട് യുവനേതാക്കളെ വീഴ്ത്തിയാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ സമാധാനം പറയാതെ വേറെ നിവൃത്തി ഉണ്ടാകില്ല. ഇതെല്ലാം വിവാദമാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം പോലെയുള്ള ആരോപണങ്ങൾ ഉയർന്നാൽ കോൺഗ്രസിന് ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെടും. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ CPM തിരിഞ്ഞിരിക്കുന്നത്. വടകരയിലെ ഷാഫിയുടെ ഏതാണ്ട് 1 ലക്ഷം വോട്ടിനടുത്തുള്ള വിജയം ശരിക്കും CPMനെ വിറളി പിടിപ്പിച്ചിരുന്നു. KK ശൈലജ പരാജയപ്പെടില്ല എന്നാണ് CPM അവസാന നിമിഷം വരെ കരുതിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 4 ദിവസം മുമ്പാണ് ശൈലജ പരാജയപ്പെടുമെന്നും ഷാഫി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും CPMന് മനസ്സിലായത്. അങ്ങനെയാണ് അവിടെ കാഫർ, സ്ക്രീൻഷോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നത്. അതിനും ശൈലജയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഷാഫി പറമ്പിലിനെതിരെ കുന്തമുന കൂർപ്പിക്കുമ്പോൾ പ്രധാന ലക്ഷ്യം കോൺഗ്രസിനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലാക്കുക എന്നത് തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും കോൺഗ്രസിനൊരു എഡ്ജ് കിട്ടരുത്. പ്രചരണത്തിൽ ഒരിക്കലും കോൺഗ്രസ് മുൻപിൽ പോകരുത്. മാത്രമല്ല, രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും ഒക്കെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് കോൺഗ്രസ് തളരണം. സർക്കാരിനെതിരെയുള്ള ജനകീയ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ ഒരു സ്ഥലത്തും പ്രചരണത്തിന്റെ ഭാഗമാക്കാൻ കോൺഗ്രസിന് സമയം കിട്ടരുത്, സന്ദർഭം കിട്ടരുത്. ഇതാണ് CPM ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ഇനി അത് കഴിഞ്ഞാൽ മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും, സമുന്നതരായ ചെറുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കളെ, MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരും ദിവസങ്ങളിൽ CPM നേതൃത്വം അതിശക്തമായി നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും രാഹുൽ ഷാഫിയിലേക്കുള്ളൊരു വഴി മാത്രമായിരുന്നു എന്നുള്ള സൂചന അരക്കെട്ടുറപ്പിക്കുന്നതാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പ്രസ്താവന. വിവാദമായപ്പോഴും അവസാനം ഉരുണ്ട് കളിച്ച് താൻ പറഞ്ഞത് ഇങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഷാഫിക്കെതിരെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ആ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അത് വിജയമാണെന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങൾ നിലവിൽ കരുതുന്നത്.